റോസ് ഫ്ലവറിൻ്റെ ലീഫ് എങ്ങനെയാണ് ക്രോഷേ ചെയ്യണമെന്നും അതെങ്ങനെയാണ് സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്യണമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ലീഫ് ചെയ്യാനായിട്ട് നമുക്ക് കോട്ടൺ അല്ലെങ്കിൽ അക്രിലിക് ആണ് എടുക്കാം. ഞാനിവിടെ 3.5 mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ മെറ്റൽ വയേഴ്സ് യൂസ് ചെയ്താണ് ഞാൻ ലീഫ് ചെയ്യാറ്. കാരണം അത് ലീഫിന് ഒരു ഷേപ്പ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലീഫ് ചെയ്യാനായിട്ട് ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 12 ചെയിൻ സ്റ്റിച്ചസ് ഇടുക. 1 2 3 4 5 6 7 8 9 10 11 and 12. അതിനുശേഷം സെക്കൻഡ് ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക്, അതായത് 11th സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. അതിന് തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ദെൻ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഇനി തൊട്ടടുത്തുള്ള 5 ചെയിൻ സ്റ്റിച്ചസിൽ ഓരോന്നിലുമായിട്ട് 5 ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചസ് ചെയ്യുക. അഞ്ച് ട്രിപ്പിൾ ക്രോഷേ ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ഇടുക. അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ഇടുക. ദെൻ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ഇട്ട് ഓപ്പോസിറ്റ് സൈഡ് ഇപ്പോൾ നമ്മൾ ചെയ്ത പാറ്റേണിൽ തന്നെ ചെയ്തെടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ സിംഗിൾ ക്രോഷേ ഇട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഇട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തതിന് ലീഫിൻ്റെ ഷേപ്പ് ഉണ്ടെങ്കിലും കുറച്ചുകൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ വയേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയ ചെയിൻ സ്റ്റിച്ചിനകത്ത് കൂടി മെറ്റൽ വയർ കടത്തിയിടുക. അതിനുശേഷം മെറ്റൽ വയറോട് ചേർത്ത് നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിനകത്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. മെറ്റൽ വയർ കൂടി ചേർത്ത് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലെ ആ ഒരു സൈഡ് ഫുള്ള് ചെയ്തെടുക്കുക. എഡ്ജ് വരുമ്പോൾ സ്റ്റിച്ചിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അതുവരെ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുക. മെറ്റൽ വയറോട് ചേർത്ത് സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക. ഒരു സൈഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ആ കോർണർ എത്തുമ്പോഴത്തേക്കും ഒരു സാധാരണ നമ്മൾ ചെയ്ത പോലെ തന്നെ സിംഗിൾ ക്രോഷേ ചെയ്ത് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ കൂടി ചെയ്യുക. അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. അവിടെ ഒരു കേവ് വരാൻ വേണ്ടിയിട്ടാണ്, ഇതുപോലെ ഒരു കേവ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ അങ്ങനെ ചെയ്തത്. ഇനി സെയിം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ സിംഗിൾ ക്രോഷേ ഇട്ട് ഓപ്പോസിറ്റ് സൈഡ് കൂടി ചെയ്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് ബാക്കി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്ത ലീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വലിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി വന്ന യാൺ ആ മെറ്റൽ വയറിനോട് ചേർത്ത് പിരിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോസ് ഫ്ലവറിൻ്റെ ലീഫ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച റോസ് ഫ്ലവറും സെപ്പൽസും ഈ ലീഫും എങ്ങനെയാണ് സ്റ്റെമ്മിൽ അറ്റാച്ച് ചെയ്യണമെന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് പോയി കാണണേ. ഈ കാണുന്ന B7000 എന്ന് പറഞ്ഞ ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതുപോലത്തെ ഗ്രീൻ കളർ മെറ്റൽ സ്റ്റിക്ക് എടുത്ത് റോസിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് വെച്ച് കൊടുത്ത് ഗമ്മും യൂസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. സ്റ്റിക്കോട് കൂടി വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ റോൾ ചെയ്ത് ഗം വെച്ച് കൊടുത്ത് റോൾ ചെയ്ത് നമുക്കിതുപോലെ ഫ്ലവറിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാം. ഈ 7000 എന്ന് പറഞ്ഞ ഗ്ലൂ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്നതാണ്. ഒരു 1 മിനിറ്റിന് താഴെ മതി അത് ഒട്ടാനായിട്ട്. ഞാനത് മീഷോന്ന് പർച്ചേസ് ചെയ്തതാണ്. റോസ് ഫ്ലവർ സെറ്റായതിന് ശേഷം നമുക്ക് സെപ്പിൾസ് വെച്ച് കൊടുക്കാം. സെപ്പിൾസിൻ്റെ നടുക്കുള്ള ഹോളിൽ കൂടി ആ മെറ്റൽ റോഡ് കടത്തിയതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് ആട്ടോ റോസിനോട് ചേർന്ന് വരണം. ബാക്ക് സൈഡ് റോസിൻ്റെ അടുത്ത് ഒട്ടിക്കുന്ന രീതിയിൽ ഇതുപോലെ ഗ്ലൂ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിക്കോളും. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
അതിനുശേഷം നമുക്ക് സ്റ്റെമ്മിൽ യാൺ ചുറ്റി കൊടുക്കാം. ഗ്ലൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചുറ്റിയെടുത്ത് കൊണ്ടുവരിക. നമുക്കിഷ്ടമുള്ള പൊസിഷനിൽ ലീഫ് വെച്ച് കൊടുക്കാം. ലീഫിൻ്റെ എക്സ്ട്രാ വന്ന യാണും മെറ്റൽ വയറും കൂടി ചേർത്ത് പിടിച്ചിട്ട് വേണം ഇനി സ്റ്റെമ്മിന് യാൺ ചുറ്റാനായിട്ട്. അപ്പോൾ അതവിടെ ടൈറ്റായിട്ടിരുന്നോളും. വേറെ ഗം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചുറ്റിയെടുത്ത് കൊണ്ടുവരിക. ഇതുപോലെ താഴെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് യാൺ ഒട്ടിച്ചെടുക്കുക. ബാക്കി യാൺ കട്ട് ചെയ്ത് മാറ്റാം. ഇതാ നമ്മുടെ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ചെയ്ത കുറച്ച് റോസ് ഫ്ലവേഴ്സാണ് ഇത്. ഒരുമിച്ചിരിക്കുമ്പോൾ എന്ത് ഭംഗിയാണ് കാണാനല്ലേ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് നമുക്കിനി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.